നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചാനലിൽ വരുന്ന പ്രവചനങ്ങൾ കാണുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുന്നില്ലല്ലോ എന്ന്. അതിനുള്ള ഒരു മറുപടിയോടെയാണ് ഞാൻ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ അവയുടെ പാതയിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഞങ്ങളെപ്പോലുള്ള ജ്യോതിഷികൾ ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ നിമിഷവും സംഭവിക്കുന്ന ഈ ഗ്രഹമാറ്റങ്ങൾ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾ, അതായത് സർവ്വചരാചരങ്ങളെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്താലും അത് എടുത്തില്ലെങ്കിലും നമ്മളെ ഓരോ മനുഷ്യരെയും ഈ ഗ്രഹമാറ്റങ്ങൾ തട്ടിത്തഴുകയാണ് കടന്നു പോകുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ ഇത് അനുഭവപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും എനിക്ക് പറയാനുള്ളത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മളിവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള രാശിഫലങ്ങളാണ്. രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ. അതായത് ഒരാളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്നത് മോശം ദശയാണെങ്കിൽ ഗോചരഫലമായി ലഭിക്കേണ്ട വലിയ ഭാഗ്യങ്ങൾക്ക് ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദിവസവും സംഭവിക്കുന്നതായ ഈ ഗ്രഹമാറ്റങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയാൽ, കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തെ കൂടി നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കേണ്ട കാര്യം കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കൃത്യതയോടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. ഇന്ന് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞ് 24 മിനിറ്റോടുകൂടി ചന്ദ്രൻ ചോതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 4 നാളെ രാത്രി 9:35 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്നത്തെ ദിവസത്തോടു കൂടി. അത് കുറച്ച് നക്ഷത്രക്കാർക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുതരും. അതായത് ഒറ്റ ദിവസത്തെ കാര്യമാണ്. എന്ത് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഭാഗ്യം വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മാനസികമായി സമാധാനം വന്നു ചേരുന്നതായ ചില മാറ്റങ്ങൾ, അതായത് ഈ ഒരു നിമിഷം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ. നിങ്ങൾ കാത്തിരുന്നതായ ചില ശുഭവാർത്തകൾ ശ്രവിക്കാനും അതുവഴി സന്തോഷം ഉണ്ടാകാനും ഒക്കെ കുറച്ച് നിമിഷങ്ങൾ മതി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ബന്ധങ്ങൾ ശിഥിലമാവുകയോ അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂടിച്ചേരുകയൊക്കെ ചെയ്യുന്നതും നമ്മൾ പറയാറുണ്ട്. എത്ര വേഗത്തിലാണ് ലോകത്ത് പലതും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു മാറ്റം നിമിത്തം ഒരു 4 രാശിക്കാരുടെ ജീവിതത്തിൽ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വരെയുള്ള ആ ഒരു സമയം ചില സന്തോഷ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ രാശി നമുക്ക് നോക്കിയാൽ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിയാണ്. അപ്പോൾ ഇവിടെ കർക്കടകം രാശിയുടെ രാശ്യാധിപൻ ചന്ദ്രൻ രാഹുവിൻ്റെ നക്ഷത്രമായ ചോതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് മനസ്സിനെയായിരിക്കും ആദ്യം സ്വാധീനിക്കുന്നത്. അതായത് കുറേ നാളായി അനുഭവത്തിലുണ്ടായിരുന്ന ചില മാനസിക സമ്മർദ്ദങ്ങൾ ഈ 2 ദിവസങ്ങളിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാത്രി വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ വളരെ വലിയ രീതിയിൽ അലട്ടിയിരുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു കാര്യത്തിന് മാറ്റമുണ്ടാകുന്നതാണ്. അതേപോലെ പുണർദം നക്ഷത്രക്കാരായ ആളുകൾക്ക് തടസ്സപ്പെട്ട ധനസ്രോതസ്സുകൾ തുറന്നു കിട്ടും. ഏതെങ്കിലും ലോണോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഉത്തമമായ മറുപടിക്കെങ്കിൽ ഇന്നും വൈകുന്നേരം മുതൽ നാളെ രാത്രി വരെയുള്ള സമയത്തിനിടയ്ക്ക് അതിനെപ്പറ്റിയുള്ള സന്തോഷ വാർത്തകൾ ശ്രവിക്കാനും ഭാഗ്യമുണ്ടാകും. ഇനി പൂയം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജോലിയിൽ പുതിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ വന്നു ചേരും. പെട്ടെന്ന്, അതായത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ചില ഓവർ വർക്കുകൾ നമ്മളിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ടില്ലേ? ആ ഓവർ വർക്കുകൾ ചെയ്യാനും അതുവഴി ചില നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് നമ്മളെ കൊണ്ട് എന്തിനും കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അനാവശ്യ ചിലവുകളൊന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. ചിലപ്പോൾ പെട്ടെന്നുള്ള ചില ചിലവുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. മനസ്സ് ശാന്തമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മനസ്സ് ശാന്തമാക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നത് മനസ്സിലാക്കുക.
മകം പൂര ഉത്രം ചിങ്ങം രാശിക്കാർ, അപ്പോൾ അതായത് സൂര്യൻ ഭരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രൻ്റെ ഈ ചോതി നക്ഷത്ര പ്രവേശനം കർമ്മരംഗത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെയോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളെയൊക്കെ കണ്ടെത്താനായി സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരുന്ന ഒറ്റ ദിവസം മതി. പിണങ്ങിയെന്ന ദമ്പതികളാണെങ്കിൽ പോലും ആ പിണക്കമൊക്കെ മാറ്റി വീണ്ടും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധ്യമാകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായും നില മെച്ചപ്പെടുമെങ്കിലും പണം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടാകേണ്ടതാണ്. അധിക ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു സുവർണ കാലം അല്ലെങ്കിൽ സുവർണ ദിവസങ്ങൾ, കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ എങ്കിൽ പോലും ഒരു സുവർണ കാലം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുമെന്നതാണ്. ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റം കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതാണ്. അതേപോലെ ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി കാത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നാളെ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ചില ഉത്തരവുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാതൃവഴിയുള്ള ചില സ്വത്തുവകകളുമായി ഒരു നീക്കിയിരിപ്പൊക്കെ അതായത് നീക്കുപോക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സമൂഹത്തിൽ ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അടഞ്ഞു പോയതായ വഴികൾ ഇനി എനിക്കത് തുറക്കത്തില്ല, ഇനി ആ മാർഗം നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ വിഷമിച്ചിരുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം മുതലുള്ള ഒരു നാളെ രാത്രി വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക് പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമായിരിക്കും. ഇനി അടുത്തത് പൂരുരുട്ടാതി കുംഭം രാശിയായ അവിട്ടം ചതയം പൂരുരുട്ട നക്ഷത്രക്കാർ, അതായത് പൂരുരുട്ട നക്ഷത്രക്കാരുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് നാളുകൾ കൊണ്ട് വിഷമങ്ങളാണ്. ആകെ ഒരു ഉരുണ്ടുരുണ്ട് നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന പോലെ ഒന്നിനു മേളിൽ ഒന്നായിട്ട് പ്രയാസങ്ങളൊക്കെയാണ്. 2026 പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം ജനുവരി മുതലുള്ള ഒരു സമയം ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണെന്ന്. അതൊക്കെ മാറാൻ പോവുകയാണ്. ശനി ഭരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ചന്ദ്രൻ്റെ ഈ ഒരു സംക്രമണം വലിയൊരു ആശ്വാസം, ഒരു ദിവസത്തെ ആശ്വാസം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പോലും ഒരു ദിവസം മതി ചില എന്തെല്ലാം മഹാകാര്യങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ളത് വന്നു ചേരാനായിട്ട്. അപ്പോൾ പുതിയ ചില നിക്ഷേപങ്ങളിൽ ലഭിക്കാനോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് അതിന് തടസ്സങ്ങളായിട്ടിരുന്ന വ്യക്തിക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി എന്നുള്ള ചില ശുഭവാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി അവർ തന്നെ വന്ന് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് കാര്യങ്ങളൊക്കെ രമ്യതയിൽ സോൾവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുക എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായി. ആത്മവിശ്വാസം ഉണ്ടായാൽ തന്നെ നമുക്ക് ഏത് കാര്യവും ധൈര്യത്തോടെ നേരിടാനായി സാധിക്കും. ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്ത് കാര്യത്തിനെയും മുന്നിട്ട് ഇറങ്ങുന്നതൊരു പ്രയാസമാണ്. 10 പേര് കൂടെ നിന്നാൽ പോലും ഇവിടെ വളരെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ദിവസങ്ങളിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഫലങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി അനുസരിച്ചായിരിക്കും വന്നു ചേരുന്നത്. ദോഷങ്ങൾ അനുഭവിക്കുന്നവർ പരിഹാരം കൂടിയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 3 നാളെ ഏപ്രിൽ 4 ഈ തീയതികളിൽ ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. നിങ്ങളുടെ രാശി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു അധ്യായവുമായി കാണുന്നതുവരെ നന്ദി.